ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വാഹനത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ്. ഒരു ടയർ ഇൻഫ്ലേറ്ററിനെ കുറിച്ചാണ് ഞാനിതിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് യുണീക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. പല മോഡൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ടയർ ഇൻഫ്ലേറ്റർ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാത്രിയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇതുപോലൊരു പഞ്ചറാവുകയോ അല്ലെങ്കിൽ സ്പെയർ ടയർ എടുത്ത് ഇടാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യം ആ സ്പോട്ടിൽ നിന്നും അടുത്തൊരു സ്പോട്ട് അല്ലെങ്കിൽ ഒരു ടയർ ഷോപ്പ് വരെ ഓടാൻ സാധിക്കുന്ന ഒരു രീതി നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്തേക്കാം. വലിയ കാര്യമായിട്ടുള്ള സംഭവമൊന്നുമില്ല. എന്നാലും എനിക്കിതിനകത്ത് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കാം. ഹെവി ഡ്യൂട്ടിയാണ് ടയർ ഇൻഫ്ലേറ്റർ വരുന്നത്. ഇപ്പം 30 mm മെറ്റൽ സിലിണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് മെറ്റൽ സിലിണ്ടർ ആയതുകൊണ്ട് അത്രയും കൂടെ പ്രഷർ കൂടുതൽ അതിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പ്യുവർ കോപ്പർ മോട്ടറാണ് പറയുന്നത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. യെസ്, അപ്പം ഇത് മോട്ടർ. ഒരു പൗച്ച് വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്, നമുക്ക് കാറിലൊക്കെ വെക്കാൻ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പൗച്ചുണ്ട്. പിന്നെ വരുന്നത് ഒരു മാനുവൽ ബുക്കുണ്ട്. കുറച്ച് ആക്സസറീസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ബലൂണിലൊക്കെ കാറ്റടിക്കാൻ വേണ്ടി, അതായത് ബോൾസിലൊക്കെ കാറ്റടിക്കാൻ അങ്ങനത്തെയൊക്കെ ഉള്ള അത് തൽക്കാലം ഞാനങ്ങ് മാറ്റി. നമ്മുടെ മെയിൻ പർപ്പസ് വേറെയാണ്. ഏതായാലും സംഗതി കാണുമ്പോൾ അറിയാൻ കുറച്ച് ഹെവിയാണ്. നല്ല മെറ്റൽ പോർഷനായിട്ട് തന്നെയാണ് കിട്ടുന്നത്. ലൈറ്റുണ്ട്, ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച്. ഇതിൻ്റെ പവർ, അതായത് കംപ്രസർ ഓൺ ചെയ്യാനുള്ള സ്വിച്ച്. ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമുക്കിങ്ങനെ കൊണ്ടുപോകാം. വലിയൊരു വെയിറ്റ് പറയാനില്ല, 1.8 kg ആണ് ഇതിൻ്റെ വെയിറ്റ് കാണിച്ചിരിക്കുന്നത്. നമുക്കിവനെ ഒന്ന് അഴിക്കാം. ഇതിലൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ള, സാധാരണ നമ്മൾ ടയറിൻ്റെ അവിടെ ചെന്നിട്ട് പിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് പകരം ഇവനെ നേരെ കയറ്റി വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. നമുക്ക് പണി എളുപ്പമുണ്ട്. ഏതായാലും നോക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ഞാൻ ഏതായാലും ഈ വയറൊന്ന് മാറ്റട്ടെ. അതിന് മുമ്പ് ഇതിൻ്റെ കുറച്ച് സ്പെക്ക് ഒന്ന് പറഞ്ഞേക്കാം. DC 12 volt ആണ് വരുന്നത്. പവർ കൺസ്യൂം ചെയ്യുന്ന 180 watts ആണ്. മാക്സിമം പ്രഷർ ചെയ്യാൻ പറ്റുന്ന 150 PS ആണ് ഇതിൻ്റെ മാക്സിമം പ്രഷർ വരുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് വരുന്നത് 35 ലിറ്റർ പെർ മിനിറ്റ്, അതായത് ഒരു മിനിറ്റിൽ 35 ലിറ്റർ പ്രഷറാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇത് പ്രഷർ അല്ലെങ്കിൽ ഈ ഒരു കംപ്രസർ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓൺ ആയിരിക്കണം. അതായത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കണ്ടീഷനിൽ മാത്രം ഈ ഒരു യൂണിറ്റ് യൂസ് ചെയ്യാവുള്ളൂ. എൻ്റെ ഈ സൈഡിലൊരു ടയർ ഞാനിപ്പോൾ ഒന്ന് പഞ്ചറാക്കി ഇട്ടിരിക്കുകയാണ്. അതായത് ഇപ്പം ഞാൻ ഇതിൻ്റെ എയർ കളഞ്ഞു. ഇനി നമുക്കിവനെ ഒന്ന് ജസ്റ്റ് ഫിറ്റ് ചെയ്യേണ്ട രീതിയും കൂടെ കാണിച്ചു തരാം. ഞാൻ ഏതായാലും തൽക്കാലം ഈ വീൽ കപ്പ് ഒന്ന് അഴിച്ച് മാറ്റുകയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിനെ ഒന്ന് ലോക്ക് ചെയ്യുക. ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇരുന്നോളും. ഇപ്പോൾ ഇതിൻ്റെ പ്രഷർ എന്തെങ്കിലും ഉണ്ടോ എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. 0 പ്രഷറാണ്, അതായത് ഇതിന് കാറ്റൊന്നുമില്ല. ഇനി ഞാൻ ഇതൊന്ന് കണക്ട് ചെയ്യാൻ പോകണം എൻ്റെ വാഹനത്തിലോട്ട് തന്നെ. എന്നിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ നീളം ഏകദേശം ഈ ഒരു നീളം കിട്ടുന്നുണ്ട്. ഓക്കെ എന്ന് മാത്രം പറയാൻ സാധിക്കുള്ളൂ. ഭയങ്കര കൂടുതലൊന്നും അല്ലെങ്കിൽ ഒരു അല്പം കൂടെ നീളം കൂടുതലുണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു എനിക്ക് തോന്നി. ഇതിപ്പോൾ ഞാനിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു പോർഷൻ വരെ കിട്ടുന്നുണ്ട്. അതായത് ഓരോ സൈഡും ഞാനിതെടുത്ത് ഓടണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തു. വാഹനം ഒന്ന് ന്യൂട്രലാക്കി, ഹാൻഡ് ബ്രേക്ക് ഒന്ന് വിളിച്ചു. ഓക്കെ, ന്യൂട്രലാക്കി. ഇനി ആ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവനെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു, എല്ലാം സെറ്റ്. ഒന്ന് ഓൺ ചെയ്യുകയാണ്. ആദ്യം തന്നെ ലൈറ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ ലൈറ്റ് കത്തി. രാത്രിയൊക്കെ ആണെങ്കിലും ഇത് എവിടെയാണെന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വെട്ടം നോക്കണമെങ്കിൽ അത് ഹെൽപ്ഫുള്ളാണ്. ഇനി ഞാൻ കംപ്രസർ ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ്. യെസ്, പ്രഷർ കയറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കിതിന് വേണ്ടത് 36 ആണ് പ്രഷർ വേണ്ടത്. 25, 27, 28 അല്ല. ഹീറ്റ് ആകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ചൂട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 25, 30 നമുക്ക് 33 വേണ്ടത്. അപ്പോൾ ഏകദേശം ഇത് രണ്ടിൻ്റെ പകുതിയാകുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. യെസ്, ഇപ്പം സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്.
ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഏകദേശം 33 നിൽക്കുകയാണ്. ഞാനത് ഊരിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. വേണ്ട ഇവിടെ നോക്കിക്കോണം, ഞാനത് ഊരുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടോണം. ഇത് പുറകോട്ട് വലിച്ചാൽ ഉടനെ ഒന്ന് ഊരി മാറ്റിക്കോണം. പക്ഷേ എനിക്കിതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട്. നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് തന്നെ ഞാൻ കൃത്യമായിട്ട് പറയും. ഇതിനകത്ത് എനിക്ക് ഈ മീറ്റർ റീഡിങ്ങിൽ ഇപ്പം 0 to 25, 25 to 50, 50 to 75 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ 25 കഴിഞ്ഞാൽ പിന്നെ ഓരോ പോയിൻറ്റും വരുന്നത് 5 വെച്ചാണ്. 25, 30, 35, 40, 45, 50 ആണ് വരുന്നത്. ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് വാഹനങ്ങൾക്കൊക്കെ ഒരു 30 നോർമലാണ്, 33. ഇപ്പോൾ ഈ വാഹനത്തിന് 33 ആണ് വരുന്നത്. അനലോഗ് മാറ്റി ഡിജിറ്റൽ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നൊരു സജഷൻ എൻ്റെ ഭാഗത്ത് ഞാൻ പറയുന്നത്. പിന്നെ കുറച്ച് കൂടുതൽ പെട്ടെന്ന് വാഹനത്തിലോട്ട് എയർ കയറുന്നുണ്ട്, അല്ലെങ്കിൽ ടയറിലോട്ട് എയർ ഫില്ലാകുന്നു എന്ന് എനിക്കൊരു തോന്നൽ വന്നിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഹെവി ഡ്യൂട്ടി ആയതുകൊണ്ട്. കാരണം ഞാനൊരു 3 മോഡലോളം ഈ ടൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ ഒരു മോഡലിൽ, പിന്നെ മാരുതി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതല്ലാതെ വേറൊരു ടൈപ്പ് ഞാൻ ഈ വാഹനത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 ടൈപ്പ് ഇപ്പം ഞാൻ ഈ ഒരു മോഡലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ എനിക്ക് കുറച്ചുകൂടെ ഒരു കുഴപ്പം ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഓക്കെ പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇതിലൊക്കെയാണെങ്കിൽ ഈ മീറ്റർ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളൊരു ഓപ്ഷൻ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നോക്കും. പിന്നെ കേബിളിൻ്റെ കേസ് നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ചൊന്ന് കമ്പയർ ചെയ്തും കൂടെ നോക്കാം. അപ്പം ബാക്കിയുള്ളവർക്ക് എളുപ്പം ഉണ്ടായിരിക്കും. ഇതെല്ലാത്തിലും സ്റ്റാൻഡേർഡ് ഈ ലെങ്ത് ആണോ വരുന്നതെന്നും കൂടെ ഒന്ന് അറിയാം. ഇവിടെ വെച്ചോണ്ട് ഓക്കെ. അപ്പോൾ രണ്ടിൻ്റെ കേബിൾ ലെങ്ത് ഒന്ന് നോക്കാം. സ്റ്റാൻഡേർഡിന് കമ്പനി ഇങ്ങനെ തന്നെയാണോ കൊടുക്കുന്നത്? യെസ്, കമ്പനി ഏറെക്കുറെ ഇതുപോലെ തന്നെയാണ് എല്ലാത്തിലും കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അല്പം നീളക്കുള്ള, പക്ഷേ വലിയ കാര്യം പറയാനില്ല, ഏറെക്കുറെ സിമിലർ തന്നെയാണ്. അപ്പം എല്ലാവരും ഒരേ സ്റ്റാൻഡേർഡ് തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നതെന്ന് തോന്നുന്നു. പക്ഷേ കുഴപ്പമില്ല, ഒരെണ്ണം നിങ്ങൾ അത്യാവശ്യമായിട്ട് മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഏതായാലും ഈ പ്രോഡക്റ്റ് മേടിക്കാനുള്ള ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് മേടിക്കാൻ സാധിക്കുന്നതാണ്. നോക്കിയിട്ട് എനിക്കൊരു ഓക്കെ പ്രോഡക്റ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഭയങ്കര അടിപൊളിയെന്നൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു ഓക്കെ പ്രോഡക്റ്റാണ്. ആവശ്യമുള്ളവർക്ക് ഇത് മേടിക്കാൻ സാധിക്കും. പക്ഷേ അത്യാവശ്യമായിട്ട് ഒരെണ്ണം നിങ്ങളുടെ വാഹനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഏത് കമ്പനി എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരെണ്ണം മേടിച്ച് വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും.